ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മക്കളെ, അച്ഛൻ കൂടെ ഉണ്ടാവും. അതല്ലാതെ എന്റെ മോൻ അറിഞ്ഞിട്ടാണ് ഈ തെറ്റ് ചെയ്തതെങ്കിലും അത് നിനക്ക് പറ്റിയ പിഴവായിട്ട് കരുതി ഞാൻ ഉണ്ടാവൂടാ. ഈട പ്രേമത്തിന് കണ്ണും മൂക്കും ഇല്ല എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ സാമാന്യ ബുദ്ധിയോ വിവരമോ ഇല്ല എന്നുകൂടി മനസ്സിലായത് നിന്റെ കാര്യത്തിലാ. എടാ കുഞ്ഞെ, ഞാനേ നിന്നെ ജനിപ്പിച്ച തന്തയാ. ഏതാണ്ട് 10-40 വയസ്സു മുതൽ ഞാൻ കിടക്കുന്നതിന് മുൻപ് പ്രഷറിന്റെ ഒരു ഗുളിക കഴിക്കുന്ന കാര്യം നിനക്കറിയാലോ. നീ ഇതിനകത്തായ നാൾ മുതലേ ആ ഗുളിക ഞാൻ 2 നേരമാക്കി. എന്നാലെങ്കിലും ഉറക്കം വരട്ടെ എന്ന് കരുതി. ഏപ്പട്ടെ, അന്നു മുതൽ ഇന്നേ വരെ തുടർച്ചയായിട്ട് 2 മണിക്കൂർ പോലും ഉറങ്ങാനേ കഴിഞ്ഞിട്ടില്ല. എടാ മക്കളെ, നീ ഇതിനകത്ത് കിടക്കുമ്പോ എനിക്ക് എങ്ങനെയാടാ ഉറങ്ങാൻ കഴിയുന്നേ? പാതിരാത്രി ഉറക്കം വരാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോ നിന്റെ അമ്മ എന്നെ പോലും അറിയിക്കാതെ തലയിണയിൽ മുഖം അമർത്തി കരയുന്നൊരു കാഴ്ചയുണ്ട്. അപ്പൊ ഞാൻ അവളോട് പറയും, എന്തിനാടി പാതിരാത്രി കിടന്ന് മോങ്ങുന്നതെന്ന്? നിന്റെ മോൻ ചത്തൊന്നും പോയിട്ടില്ലല്ലോ എന്ന്. അപ്പ അവള് പെറ്റ വയറിന്റെ ഒരു കണക്ക് പറയും. പെറ്റ വയറിനേക്കാൾ വേദന നെഞ്ചത്തിട്ട് വളർത്തിയ അച്ഛന്റെ ചങ്കിനാണെന്ന്. അതെനിക്കിപ്പോ മനസ്സിലായടാ മോനെ. അച്ഛാ, എന്നിട്ടാണ് അവൾ കഴിവറട മോനെ ആ പോലീസ് ജീപ്പിൽ നിന്ന് ചാടി ഇറങ്ങി ഓടിയത്. റിമാൻഡ് കിടക്കുന്നൊരു പ്രതിയെ കോടതിയിൽ വിസ്താരത്തിന് കൊണ്ടുപോകുന്നതിനിടയ്ക്ക് ചാടിപ്പോയാൽ അത് ജയിലിൽ ചാടുന്നതിന് തുല്യമാ. നീ ചാടിപ്പോയത് ഇടയ്ക്ക് ഒരു മഞ്ഞപ്പത്രത്തിൽ അടിച്ചു വരികയും ചെയ്തു. അതുപോലെ അറിഞ്ഞായിരുന്നു നീ? അത് ഞാൻ ഏതായാലും നിന്റെ ഫ്രണ്ട് ACP പെണ്ണ് സഹായിച്ചു. അല്ലെങ്കിൽ ആയുഷ്കാലം മുഴുവൻ നീ ഇതിനകത്ത് നരയിക്കേണ്ടി വന്നേനെ. നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല. കഴിഞ്ഞൊക്കെ കഴിഞ്ഞു. ഇതിനകത്ത് കിടക്കുന്ന നിന്റെ അവസ്ഥ എന്താണെന്ന് അച്ഛന് ഊഹിക്കാൻ കഴിയും. സോറിയുടെ മോനെ, അറിയാതെ ചെയ്തൊരു തെറ്റിനാ നീ ഇപ്പൊ ജയിലിൽ കിടക്കുന്നത്. മക്കളെ, അച്ഛൻ കൂടെ ഉണ്ടാവും. അതല്ലാതെ എന്റെ മോൻ അറിഞ്ഞിട്ടാണ് ഈ തെറ്റ് ചെയ്തതെങ്കിലും അത് നിനക്ക് പറ്റിയ പിഴവായിട്ട് കരുതി ഞാൻ ഉണ്ടാവൂടാ. അതാണ് മോനെ ഒരച്ഛന്റെ മനസ്സ്. അത് ഇപ്പൊ നിനക്ക് മനസ്സിലാവില്ല. നീ ഒരു അച്ഛനാവണം, അപ്പം നിനക്ക് മനസ്സിലാവും.
അമ്മേ അമ്മേ അല്ല ഇതാരും ദേവിക മോളോ? വാ ഇരിക്ക്. എന്താ അമ്മേ പരിസരം മറന്നൊരു ആലോചന? ഞാൻ വിക്രമിനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. സമ്പത്തും സ്വാധീനമുള്ള വിക്രം മുമ്പ് എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു ക്രൂരനായിരുന്നു. വർഷയുടെ ബെസ്റ്റിയായിരുന്നു ശ്യാം. അതിന്റെ പേരില് അയാൾക്ക് ശ്യാമിനോട് കടുത്ത ശത്രുതയുണ്ടായിരുന്നു. എന്നിട്ടിപ്പോ വർഷ ഇല്ലാതായപ്പോ അയാൾ ആശ്വാസം തേടി വന്നത് ശത്രുവായ ശ്യാമിന്റെ മുന്നിലും. ദൈവത്തിന്റെ ഓരോ വികൃതികളെ. അതെ, പണം കൊണ്ട് എന്തും കീഴടക്കാമെന്ന അയാളുടെ അഹന്തയ്ക്ക് ദൈവം കൊടുത്ത തിരിച്ചടി. വിക്രമിനോട് സഹതാപം എനിക്കിപ്പോ തോന്നുന്നു. മോള ആരെയും നോക്കുന്നേ? അത് പിന്നെ അച്ഛനെ കാണുന്നില്ലല്ലോ. അച്ഛനെയല്ല, അച്ഛന്റെ മകനെയാണ് നോക്കുന്നതെന്ന് എനിക്കറിയാം. നിന്റെ പ്രായം കഴിഞ്ഞല്ലേ മോളെ ഞാനും ഇവിടെ വരെ എത്തിയത്. അപ്പോ എന്നെപ്പോലെ വിവാഹത്തിന് മുൻപ് അമ്മയും അച്ഛനെ കാണാൻ വരുമായിരുന്നോ? ബെസ്റ്റ്. കല്യാണം നിശ്ചയിക്കപ്പെട്ട പെണ്ണ് കല്യാണത്തിന് മുമ്പ് പയ്യന്റെ വീട്ടിൽ പോകുന്ന ഏർപ്പാടൊന്നും അന്നൊന്നും ഇല്ലായിരുന്നു. ഞങ്ങളുടെ കല്യാണം നടന്നു കഴിഞ്ഞിട്ടും ഒരാഴ്ച കഴിഞ്ഞാ ഞാൻ ഭർത്താവിനെ നേരെ ഒന്ന് കാണുന്നത് തന്നെ. അന്നത്തെ നാട്ടാചാരം. എന്നാ വിവാഹത്തിന് മുൻപ് പെണ്ണും ചെറുക്കനും മതിവരുവോളം കണ്ടും പരസ്പരം ധാരണയിലെത്തിയും വേണം വിവാഹം കഴിക്കാൻ. അതാ ന്യൂജൻ സ്റ്റൈല്. സമ്മതിച്ചേ. ഈ ന്യൂജൻ എന്ന വാക്ക് കേട്ടാ ഇവിടെ ഒരാൾക്ക് ഹാലിളകും. മോളെ ഇപ്പൊ ശ്യാമ ഇവിടെ ഇല്ല. ഇന്ന് മോളെ വിളിച്ചില്ലായിരുന്നോ? ഇല്ല, വിളിച്ചില്ല. അത്യാവശ്യമായിട്ട് ഏതോ ഒരു മീറ്റിംഗിന് പോയിരിക്കുക. എന്താ മോക്ക് വിഷമായോ? ഏയ് അതൊന്നുമില്ല. ശ്യാമിനെ കണ്ടേ തീരുന്ന ആശയോടൊന്നും അല്ല ഞാൻ വന്നത്. അതുകൊണ്ട് വിഷമത്തിന്റെ പ്രശ്നമൊന്നും ഉദിക്കുന്നില്ല. അമ്മുവായിട്ട് ഞാൻ നല്ല ഫ്രണ്ട്ഷിപ്പിലാ. അല്ല, അവളെവിടെ? അവൾ അടുക്കളയിലുണ്ടാവും. ജഗ, നിനക്കൊരു വിസിറ്റർ ഉണ്ട്. 5 മിനിറ്റ് ആണ് ടൈം. കൊട്ടാ